പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിപ്പോൾ പ്രത്യക്ഷയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പ്രിയ സഹോദരരെ, ഈ ദിവസത്തെ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നാം ഇന്ന് ഈ ദിവ്യഗാനത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും ദിവ്യഗാനനാഥൻ്റെ കാൽപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇരുങ്ങൾ ഉയർത്തി അവിടുത്തെ ശക്തമായി സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ഇറങ്ങി വരണമേ, യേശുവേ സ്തുതി. ഈ ദിനത്തിലേക്ക് കടന്നു വരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി ഇരുകരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, സ്തോത്രം യേശുവേ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർക്ക് കർത്താവിൻ്റെ സഹായം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇന്നാദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്ന അമ്മ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ഈ സമയം യാചിക്കാം. ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വിധേയമാകുന്നവർ, മാരകമായ രോഗങ്ങൾക്ക് വിധേയപ്പെട്ടവർ, പരീക്ഷകൾക്കൊരുങ്ങുന്നവർ, കടബാധിതകളാൽ വേദന അനുഭവിക്കുന്നവർ, ജീവിതം തന്നെ തീർന്നു പോകുന്നുവെന്ന് വിചാരിക്കുന്നവർ, ആത്മഹത്യ പ്രവണതയുള്ളവർ, ഒത്തിരിയേറെ ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒത്തിരിയേറെ രോഗികൾ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാത്ത യുവതിവാക്കന്മാർ, എത്ര പഠിച്ചിട്ടും ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കാതെ പോകുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം. സ്വന്തമായ ഭവനമില്ലാത്തവരെ സമർപ്പിക്കാം. ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയാനും പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ലോകമധ്യത്തിലായിരിക്കാൻ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരും ഇടയാക്കണമെന്ന് നമുക്ക് അമ്മയുടെ പ്രത്യേകമായ മാതൃസ്മേഹത്തിന് മൗനമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഈ ദിവസം നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛനിലൂടെ കർത്താവ് നമ്മെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ, നമുക്ക് ആവശ്യമായ വചനങ്ങൾ അച്ഛനോട് ലഭിക്കാൻ, രോഗശാന്തികളും അത്ഭുതമായ എല്ലാ കൃപാവരങ്ങളും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമ്മുടെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിത മേഖലയിൽ സമർപ്പിച്ചിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് അതരം തുറന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 നമ്മുടെ മനസ്സിൽ തുറന്ന് സ്തുതിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിലെ ഈ മണിക്കൂറിൽ കർത്താവ് നിന്റെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഉടമ്പടി എടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വളരെ തീഷ്ണമായ ദൈവസ്നേഹത്തോടെ ദൈവഭക്തിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ അങ്ങ് ജീവിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കുർബാനയിലെ സ്വർഗീയ ജ്വലിപ്പോടുകൂടി ഇറങ്ങി നിൽക്കുന്ന ഈ അഭിഷേക നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അതിനെ അനുപാതികമായ ആരാധനയ്ക്ക് യോഗ്യമായ തുതിപ്പുകളാൽ അക്ഷരങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യമായ വിശ്വാസത്താൽ, യോഗ്യമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. അതീവമായ വിശ്വാസം, അതീവ സ്നേഹം, അതീവ പ്രത്യാശ, അതീവ ശരണം, ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ആൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കാരണം അവൻ തൻ്റെ വിശുദ്ധ ശരീരത്താൽ അതിലനുഭവിച്ച പീഡാസകനങ്ങളാൽ അതിനേക്കാളുപരി ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാനവരാശിയുടെ ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം ജീവനും നമുക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, പിതാവായ ദൈവം സർവമഹത്വത്തോടെ ഉയർത്തുന്നേറ്റവൻ, ഒരു തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുവാൻ വേണ്ടി മാത്രമേ എളിമ കാണിച്ചവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്നും നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവിടുന്ന് വാഗ്ദാന നാട്ടിലേക്ക് പറഞ്ഞേക്കണത്. ഏതെങ്കിലും ഒരു ക്ലേശങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ആദ്യമായി അവസാനം പറയുന്നത് ഇതാണ്: ഇന്ന് കാണുന്ന ക്ലേശങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷെ ദൈവവേദനെ ഈ ക്ലേശകാലത്ത് ദൈവം ആരാണെന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചനം വായിച്ചത് എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ പറഞ്ഞേ, ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇപ്പം രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ഇതിന് സമാനമായ വേറൊരു വചനമുണ്ട്. എന്താ ഈ വചനം എന്ന് പറയുന്നത്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപടിയിൽ വരുത്തുന്നത്. എന്തനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതിനെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ടാകും, വാക്കിൻ്റെ ദാനമുണ്ടാകും. അല്ലാതെ വചനത്തിലില്ലാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സന്ധ്യ അജി എന്ന് പറഞ്ഞ ഒരു മോളാണ്, പുനലൂർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അവർക്ക് കൈക്ക് അലർജിയാണ്. 10 വർഷമായിട്ടുള്ള അലർജിയാണ് ഈ സന്ധ്യ അച്ചിക്ക്. 10 വർഷമായിട്ട് കൈ ഇങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നതാണ്. സന്ധ്യ അജിയുടെ ഒരൊറ്റ സാക്ഷ്യം വെച്ചാൽ അവർ ഓൺലൈനാണ് ഉടമ്പടി ആദ്യം ചെയ്തത്. പക്ഷേ 10 വർഷമാണെന്ന് ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കറിയാം, കൃപാസനത്തിൽ ദൈവം 3-4 അനുഗ്രഹത്തിൻ്റെ ചാലുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ്. ലോകത്തുള്ള എവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഒരു അത്യാഹിത സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൺ ചെയ്ത് ആളെ കിട്ടിയോ ഇല്ലയോ ഒന്നുമില്ല, കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ് കൃപാസനം മരിയൻ്റെകൂടെ അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ കൃപാസനത്തിൻ്റെ ആത്മീയ ആസ്തികളിലേക്ക്. ആത്മീയ ആസ്തികളെന്ന് പറയുന്നത് എന്താണ്? 1987 മുതൽ ഇന്ന് വരെ എങ്ങനെയായാലും ഒരു 100 കോടി ജപമാല ചൊല്ലിക്കാണാം. കൃപാസനത്തിലെ ആയിരക്കണക്കിന് പ്രേക്ഷിതരെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കൺവെൻഷൻ്റെ ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഉൾപ്പെടെ
ഈ 32 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ആ ആസ്തികളിലേക്കാണ് നിങ്ങൾ വിടുന്നത്. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് പേര് കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു ശുഷ്കമായ ആസ്തികളിലേക്കല്ല. നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ലൈറ്റക്കാൻ്റെ പേരൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100 കോടി ജപമാലയുടെ ആസ്തികളിലേക്കും അത്രയും തന്നെയുള്ള അതുപോലെയുള്ള കൃപാസനം നടത്തിയുള്ള ആരാധനകൾ, ഉപവാസങ്ങൾ, അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കർത്താവിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ അറ്റ കൈക്ക് നിങ്ങളെ വേദനയോടെ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം നമ്മളെ സഡൻ റിലീഫ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതാ ലേറ്റേക്ക് ആൻഡ് റിപ്പയർ റിക്വസ്റ്റിൻ്റെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അനുഗ്രഹമായി മാറണമെന്ന്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മളെ വിശുദ്ധന്മാർക്ക് ആത്മീയമായ ഇടിവെപ്പില്ലേ ഇല്ലേ? നമ്മളുടെ വിശുദ്ധന്മാരുടെ അല്ലെ സഭയുടെ പുണ്യാളന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യാളന്മാരുടെ പുണ്യപ്രവർത്തികളുണ്ട്, അവരുടെ ജീവത്യാഗങ്ങളുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വമുണ്ട്. അത് മഹത്തായ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നിക്ഷേപമാണ്, പുണ്യത്തിൻ്റെ നിക്ഷേപമാണ്. അത് സഭയുടെ അവർ വിജയസഭയിലുള്ള ആൾക്കാരാണ്. നമ്മുടെ സഹനസഭയുടെ കാലങ്ങളിലേക്ക് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് മാധ്യസ്ഥമാണ്, സിമ്പിൾ മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ കാലത്ത് പോലും വിജാതിയർ പോലും ഇപ്പം യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് കണ്ടില്ലേ? അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ഇപ്പം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോഴേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ലൂക്കാസ് സുവിശേഷം 7:5, അതായത് ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ പുരോഹിതന്മാർ പ്രമാണികൾ വരുന്നതാണ്. പക്ഷെ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 7:5, അതായത് യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇപ്പം ഈശോ തന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം ഈ ഓൺലൈനിൽ ഇപ്പം ഈശോ തന്ന സന്ദേശമാണിത്. അതായത് ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപൻ. ആരുടെ ഓഫീസറാണ് അയാൾ? റോമൻ ഓഫീസറാണ്. റോമൻ ഓഫീസർ ആരാണ്? യഹൂദനല്ലാത്ത യഹൂദർക്ക് വിജാതീയനായ റോമൻ ഓഫീസറിൻ്റെ ഭൃത്യനാണ് അസുഖം ബാധിച്ച് കിടക്കുന്നത്. അപ്പോഴേ ശതാധിപന് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരാവുന്നതിന് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തൊരു എളിമയോടെ ആ മനുഷ്യൻ പറയണത്. അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്ത് മുമ്പിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കാര്യം ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറണം. പല ആൾക്കാർക്കും വരുന്ന അനുഭവങ്ങൾ എന്താ വെച്ചാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറുന്നില്ല. ഇപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ വാതിക്ക് പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകണമെങ്കിലും ദേവാലയം കണ്ടാൽ പാഞ്ഞു പോകുന്നു. ചിലപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത്. പക്ഷെ ആ സ്പീഡിൽ തന്നെ ഒന്ന് തല ഒടിച്ചിടും അവിടെ. എന്താ കാര്യം? അതിൽ ഈശോ ഇരിപ്പുണ്ടെന്നൊരു ബോധമാണ്. വിശ്വാസമെന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാളുപരി പ്രഖ്യാപനം പിന്നീട് വരുന്നതാണ്. പക്ഷെ ആദ്യം വരുന്നത് ബോധമാണ്. ബോധം ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം വന്നാൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശതാധിപന് ഭയങ്കര ബോധമാണ് ഈശോയെക്കുറിച്ച്. അയാൾ എന്താ പറയണത്? അയാൾ പറയണ സ്തുതിക്കട്ടെ ഹല്ലേലൂയ
അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് സംഭവം. ശതാധിപൻ തിരിച്ചു വരെ ഭൃത്യന്മാരുടെ പുറകെ അയാൾ എത്തുകയാണ് ഈശോൻ്റെ അടുത്ത്. പക്ഷേ ആ ഒരു വല്ലാത്തൊരു എത്തലായിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ വാക്കുകൾ ഭയങ്കരമാണ്. എന്താണ്? കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട. പിന്നെന്താ പറയണത്? അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് സംഭവം. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എൻ്റെ മക്കളെ, ഇത് പറയണതൊക്കെ ഇങ്ങനെ ഞങ്ങളെ പറയുമ്പോഴും നിങ്ങൾ ഏറ്റു പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഇതിന് ഒരു അഭിഷേക ലെവലുണ്ട്. അയാൾ അങ്ങനത്തെ പറഞ്ഞതാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്ത് പറ്റും? എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പിന്നെ അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്, അധികാരത്തിന് വിധേയനാണ്, സീസറിൻ്റെ കീഴിലുള്ള ഓഫീസറാണ്, തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. പക്ഷേ ഒരാളോട് പോകാൻ പറയുമ്പോൾ അയാൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു. എല്ലാം എൻ്റെ ഒരു കൺകോണിൻ്റെ കൽപ്പനയിലാണ് ഞാൻ ഇവിടെ അത്രയും അധികാരം ജീവിക്കുകയാണ്. പക്ഷേ നീ ഇത്രയും പൊസിഷൻ എനിക്കുണ്ട്, പക്ഷേ അതൊന്നും ഒരു കഥയില്ല നിൻ്റെ മുമ്പിൽ വരുമ്പോൾ. ഇങ്ങനെ വല്ലാത്ത ഒരു എളിമയും വിനയത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു തരം പ്രഖ്യാപനമാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയണത് മാത്രമല്ല, അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന അതിൻ്റെ എക്സ്പ്രഷനില്ലേ, ആരാധ്യമായ അവിടുത്തെ തിരുസന്നിധി, മാലാഖമാർ പോലും ഭയന്ന് വിറക്കുന്ന തിരുസന്നിധിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന അഡ്ഹിയറൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കല്ല, അത് ഒരു ബോഡി ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഓരോ നേർച്ചപ്പാടുകളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നിരങ്ങി വരും, ചിലർ ഉരുണ്ട് വരും, ചിലർ മുട്ടയും അടിച്ച് നടക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അത് ഒരു വലിയ ചെയ്താണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വെച്ചാൽ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കും. ബൈബിളെന്ന് പറയണത് എങ്ങനെ പെട്ടെന്ന് ദൈവത്തെ അനുഭവിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും വലിയ പുസ്തകമാണ്. എങ്ങനെ ദൈവത്തെ എത്ര പെട്ടെന്ന് അനുഭവിക്കാം കർത്താവിനെ കാണുമ്പോഴേ. പക്ഷെ അങ്ങനെയുള്ള ആരാധനയ്ക്കുള്ള ഒരു സമർപ്പണമില്ലേ, അത് നമ്മൾക്ക് അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് അപ്പന്മാർ പറഞ്ഞ, അപ്പം പറഞ്ഞ, അമ്മ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആചരിച്ചു പോകണം. അതല്ല, നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു അവബോധവും ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ട് നമുക്ക് അഭിഷേകമായിട്ട് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ലിഫ്റ്റിംഗ്, ഒരു ഫേസ് ലിഫ്റ്റിംഗ് വരണത് നമ്മുടെ വിശ്വാസത്തിന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെക്കാളും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു അനുഭവവും അഭിഷേകവും ആന്തരിക ബോധ്യവും ലഭിക്കാൻ ഞങ്ങളെ ഇപ്പോഴേ ഈ നിമിഷം ആരാധനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഞാൻ പോരാത്തവനാണേ എന്റെ കൂടുപ്പാനും ഞാൻ പോരാത്തവനാണേ എന്നെ പുരക്കകത്തുവരാ ഞാൻ പോരാത്തവനാണേ എന്റെ കൂടുപ്പാനും ഞാൻ പോരാത്തവനാണേ ഒരു വാക്കുമതി എനിക്കത് മതി ഒരു വാക്കുമതി എനിക്കത് മതി ഒരു വാക്കുമതി എനിക്കത് മതി ഒരു വാക്കുമതി എനിക്കത് മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ ഒരു വാക്കുമതി കർത്താവേ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഒരു വാക്കുമതി യേശുവേ ആരാധന എനിക്കത് മതി ഒരു വാക്കുമതി എനിക്കത് മതി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന കർത്താവേ പെട്ട മക്കളെ യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന എന്റെ കൂടെ ഞാൻ പോരാത്തവനാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോഴേ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സൊരുങ്ങിയിരുന്ന കുറച്ച് വിഷയങ്ങൾ ഈശോ അങ്ങ് മാറ്റുകയാണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലിനെക്കുറിച്ച് ശതാധിപനെക്കുറിച്ച് അത് ഓൺലൈനിൽ സന്ദേശമായി കയറി വന്ന വചനങ്ങളാണ്. അതാണ് 7:5 ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ശതാധിപൻ്റെ ഒരു വിശ്വാസം. ഇനി ഏതാണ്ട് അതേ റാങ്കിലുള്ള വിശ്വാസം വരുന്നത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ് 4-ാം അധ്യായത്തിൽ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ് യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കടച്ചിലായ പനിയാണ്, മരണകരമായ പനി. അപ്പം യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിലെ 50 വരണ വചനം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഇതിലെന്നാ പറ്റിയത്? 51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ കണ്ട് ഈശോ എന്താ പറഞ്ഞു? 49 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഇപ്പം
അപ്പോൾ ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് ആൾക്കാരെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ട് വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ ശതാധിപൻ, ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പം മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമുക്കതിൻ്റെ കൂടെ അറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തികളിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ? എന്താണ്? ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിലെ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പ് അപ്പായിട്ട് വരുന്നത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷനില്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം. പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുക പറയും, നോ ഓപ്ഷൻ പ്ലേസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രജ്ഞന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും, ഓപ്ഷനാണത്. ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ. നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം,
പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. നിന്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിന്റെ കുന്തത്തിന് 13 അടി നീളമുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷെ വി വിൽ നോട്ട് മൈൻഡ്. നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ സഭയുടെ വേഷം കെട്ടിട്ട വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ടത് എൻ്റെ തലയോട്ട് പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ചയെന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങളെ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാനെന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണ ഞാൻ കാണുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ. നമ്മൾ 7:55 വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ. മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യം മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തെ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ജനം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ മഹത്വ കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:18. വെളിപാട് 3:18. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള വചനമെന്ന് അഞ്ജനമെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിന്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തപ്പാനോസിൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. ശ്രുതികട്ടെ. ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ
കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശ്വാസത്തോടെ പാടാം. യേശുവേ ആരാധന. ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും.